നമസ്കാരം. മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക ഗ്രാമപഞ്ചായത്തുകളും ഭരിക്കുന്നത് മുസ്ലിം ലീഗോ കോൺഗ്രസോ ആണ്. കാര്യം, കോൺഗ്രസിന് മുസ്ലിം ലീഗ് പിന്തുണ കൊടുക്കുകയും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് കോൺഗ്രസ് പിന്തുണ കൊടുക്കുകയോ ചെയ്തുകൊണ്ടാണ് ഇവർ അവിടെ ഭരണം നടത്തുന്നത്. ഈ ഭരണത്തിന് കീഴിൽ കോൺഗ്രസിൻ അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്തിന്റെ കീഴിലുള്ള സകലമാന ഗവൺമെന്റ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് ഈ പഞ്ചായത്തിന്റെ കീഴിലായതിനാൽ പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ അനുമതി വേണം. പഞ്ചായത്തിൻ്റെതായിട്ടുള്ള പേപ്പേഴ്സ് വർക്കുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇതെല്ലാം സുതാര്യമായി നടക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ലീഗ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിൽ ഗവൺമെന്റിന്റെ ഓർഡർ 2016 മുതൽ ഇവിടെ കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ്, LDF സർക്കാരാണ്. ഈ LDF സർക്കാരിന്റെ ഒരു നയം എന്ന് പറയുന്നത്, ആ നയത്തിലൂടെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അതിന്റെ ഗുണഫലങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് LDF സർക്കാർ 2016 മുതൽ ഇപ്പോൾ തുടർ ഭരണം കിട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ അവിടുത്തെ പഞ്ചായത്തിന്റെ പേപ്പർ വർക്ക് എല്ലാം കൃത്യമായി നടന്നിരിക്കണം. എങ്കിൽ മാത്രമേ ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന കഴിയുള്ളൂ. ഇവിടെ മലപ്പുറം പഞ്ചായത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നമ്മുടെ ആരോഗ്യമന്ത്രി എത്തിച്ചേരുകയുണ്ടായി. ആ ആരോഗ്യമന്ത്രി എത്തിച്ചേരുമ്പോൾ ആരോഗ്യമന്ത്രിയെയും അവിടുത്തെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മുസ്ലിം ലീഗിന്റെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മൈക്കിലൂടെ സംസാരിക്കുകയാണ്. ആ മൈക്കിലൂടെ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ ഈ കെട്ടിടത്തിന് അനുമതി നൽകിയിട്ടില്ല, അവിടുത്തെ ഏതോ ഒരു പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിന് അനുമതി കിട്ടിയിട്ടില്ല എന്ന നിലയിൽ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ വീണ ജോർജ് അതിന്റെ പേപ്പർ കൊണ്ടുവന്ന് പേപ്പറിലുള്ള കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് മുമ്പിൽ ബോധിപ്പിക്കുകയാണ്. ആ ബോധിപ്പിച്ച കാര്യം എന്ന് പറയുന്നത്, ആ കെട്ടിടത്തിന് അനുമതി കൊടുത്തിട്ട് ഏകദേശം 3-4 വർഷം കഴിഞ്ഞു. അതായത് കഴിഞ്ഞ LDF സർക്കാർ 2016 LDF സർക്കാർ ഇരുന്ന സമയത്തെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള ശൈലജ ടീച്ചർ അനുമതി കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ ആ കാര്യം ജനങ്ങളെ ബോധിപ്പിക്കാതെ ജനങ്ങളോട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ മോശമായിട്ടാണ് അവിടെ ഇടപെട്ടുകൊണ്ടിരുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നേരെ ആരോഗ്യമന്ത്രിക്ക് ചെല്ലുന്നത്, ഈ കെട്ടിടത്തിന് അനുമതി തന്നിട്ടില്ല എന്നുള്ള നിലയിൽ. എന്നാൽ അവിടെ വെച്ച് ഓൺ ദി സ്പോട്ടിൽ വെച്ച് അതിന്റെ കള്ളത്തരം പൊളിച്ചെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ആ ഉദ്ഘാടനം കഴിഞ്ഞ് ഉദ്ഘാടന പ്രസംഗത്തിനായി വരുന്ന സമയത്താണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോ, ആ പഞ്ചായത്ത് പ്രസിഡന്റ് കള്ളത്തരം പറഞ്ഞതിന്റെ ആ വീഡിയോയും അതിനെ പൊളിച്ചെടുക്കുന്ന രീതി, ആരോഗ്യമന്ത്രി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതിന്റെയും വീഡിയോ നമുക്ക് കാണാം. അതായത് ഇവിടെ പറഞ്ഞൊരു കാര്യത്തിൽ ഒരു വ്യക്തത, 2016 ഓഗസ്റ്റിൽ നമ്മുടെ വിവിധ ജനറൽ ആശുപത്രികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോ അതിൽ 15 ജനറൽ ആശുപത്രികളാണ് വിട്ടുകൊടുത്തത്. അതിൽ 11ാമത്തെ ഇനമായിട്ട് ഏറ്റവും സമാദരണീയനായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് സാഹിബ് തങ്ങൾ സ്മാരക ജനറൽ ആശുപത്രി മലപ്പുറം മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ ആ ഓർഡറാണിത്, ഗവൺമെന്റ് ഓർഡർ. അപ്പൊ അതുകൊണ്ട് അതാണിപ്പോ ചെയർപേഴ്സൺ പറഞ്ഞത്. അത് ചെയർപേഴ്സൺ പറഞ്ഞതുകൊണ്ട് അതില് ഞാൻ വരുന്നതിന് മുൻപ് ടീച്ചറിന്റെ കാലത്ത് തന്നെ അത് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിലൊരു അവ്യക്തത വേണ്ട, അത് അന്നത്തെ ഓർഡറാണ്. ഒരു കാര്യം ചെയ്തട്ടെ, നമുക്കൊരു കാര്യം, ഇതൊരു ഗവൺമെന്റ് ഓർഡർ ആണല്ലോ. ഞാൻ വരും അല്ല, നമുക്കതിലൊരു അങ്ങനെ ഒരു പൊതുവായ വികാരമല്ലേ, ഒരു നാടിന്റെ വികാരമല്ലേ. അപ്പൊ ഒരു നാടിന്റെ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് അതിൽ ചെയ്യാന്നുള്ള, അതല്ലേ അതിലെ ഗവൺമെന്റ് അങ്ങനെയല്ലേ നോക്കാം.
ശരി, അതിൽ നമുക്കൊരു അങ്ങനെ ഒരു ഇതിലേക്ക് പോകേണ്ടതില്ല. താങ്ക് യു. മാഡം, ജനറൽ ഹോസ്പിറ്റൽ നഗരസഭ ചെയ്യാൻ തയ്യാറാണ്. ആദ്യം HMC രൂപീകരിക്കണം. ആദ്യം HMC രൂപീകരിക്കാൻ സർക്കാർ അനുമതി തരട്ടെ. HMC രൂപീകരിക്കാൻ നഗരസഭ തയ്യാറാണ്. ജനറൽ ആശുപത്രി ഇവിടുന്ന് മാറുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനിടയ്ക്ക് സമരം നടത്തിയതാണ് ഇവിടെ. ഇപ്പൊ ആ ജനറൽ ആശുപത്രിക്ക് ആണ് 10 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. ഇവിടുന്ന് എടുത്തു പോകുന്നു എന്ന് പറയുന്നത് തെറ്റായ വിവരങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ പ്രചരിപ്പിക്കുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിയെ കരിങ്കൊടി കാണിക്കുമ്പോ അന്നത്തെ സാഹചര്യം എന്താണ്? അത് വിശദീകരിക്കണം. മരിച്ചുപോയി, ഞങ്ങൾ വിശദീകരിക്കണം. അപ്പൊ വേണ്ടാത്തരങ്ങളൊന്നും പറയണ്ട. ഇവിടെ ഇപ്പൊ നല്ല നിലയിലാണ് ഈ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഈ അനുമതി കൊടുത്തില്ല എന്ന് പറയുന്ന കെട്ടിടം വർഷങ്ങൾക്ക് മുമ്പേ അനുമതി കൊടുത്തിട്ടുള്ള ഈ കെട്ടിടത്തിലേക്ക് കാലാകാലങ്ങളായി ഫണ്ടുകൾ വരുന്നുണ്ട്. ഈ ഫണ്ടുകളെല്ലാം തിരിമറി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന് അനുമതി കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ പറയുന്നത്. അതിനെ പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കൃത്യമായി അതിന് അനുമതി കൊടുത്ത പേപ്പർ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ സാധാരണക്കാർക്ക് ഇതിലൂടെ കിട്ടുന്ന ഈ ആനുകൂല്യങ്ങളും മറ്റും തടയുന്നതിനും അഴിമതി നടത്തുന്നതിനും വേണ്ടിയിട്ടായിരുന്നു ഈ ലീഗ് ഭരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഇത്രയും നാളും കാണിച്ചുകൊണ്ടിരുന്നത്. അതിനെതിരായിട്ടാണ് ഇപ്പോ ഈ യഥാർത്ഥ വസ്തുത പുറത്തു വന്നതോടുകൂടി ഇവരുടെ മുഖം വികൃതമായിരിക്കുകയാണ്.